RLV രാമകൃഷ്ണനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയ്ക്ക് വിമർശനവുമായി കലാമണ്ഡലം. സ്ഥാപനത്തിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശത്തിൽ കലാമണ്ഡലത്തിന് പങ്കില്ല. ഇത്തരം വ്യക്തികൾ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് തന്നെ സ്ഥാപനത്തിന് കളങ്കമെന്നും VC. ലിഷോയ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, ഈ യൂട്യൂബിലൊക്കെ നേരത്തെ പറഞ്ഞത് ഈ ചില വാലിനൊപ്പം വരെ നർത്തകൻ എന്ന പേരുണ്ട് എന്നതടക്കം അധിക്ഷേപത്തിന്റെ അങ്ങേയറ്റം കാണുന്ന വിമർശനങ്ങളാണ് സത്യഭാമയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ കലാമണ്ഡലം അത് തള്ളിപ്പറയുന്നു. അത് ഒരു നല്ല സന്ദേശമാണ്. തീർച്ചയായും. അതായത് കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന്റെ പേര് കൂടി ചേർക്കാറുണ്ട്. കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് കലാമണ്ഡലം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണനും രജിസ്ട്രാറും ഡോക്ടർ രാജേഷ് കുമാർ പിയും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലത്തിന് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കലാമണ്ഡലം പൂർണ്ണമായും ഇതിനെ നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതായാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ കലാമണ്ഡലവും ഇക്കാര്യത്തിൽ ഇത് ഈ സത്യഭാമയുടെ പ്രതികരണത്തിനെ വിലയിരുത്തുകയാണ്. എന്തായാലും യാതൊരു വിധത്തിലും ഈ സത്യഭാമയുടെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും കലാമണ്ഡലത്തിന് ബാധ്യതയില്ല. പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സത്യഭാമയെ. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.